ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 3ാം ക്ലാസ്സിലുള്ള മക്കൾ എല്ലാവരും സ്കൂൾ തുറന്നപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യമായിരിക്കും, നമ്മുടെ സിലബസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ സിലബസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. പുതിയ പാഠപുസ്തകങ്ങൾ അല്ലേ, പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് മക്കൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പഠിച്ച പാഠപുസ്തകങ്ങളൊന്നും അല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വർഷം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ കുറേ മക്കൾക്കൊക്കെ ഓൾറെഡി എന്താണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ മാറിയിട്ടുള്ള പാഠപുസ്തകത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ EVSനെ പറ്റിയാണ് കേട്ടോ. 1ലും 2ലും ഒന്നും പഠിച്ച പോലെയല്ല, 3ലേക്ക് എത്തിയ സമയത്ത് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ സബ്ജക്റ്റ് ആണ് ഇത്, നമ്മുടെ EVS എന്ന് പറയുന്നത് അല്ലേ. എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ പരിസര പഠനം എന്ന് നമ്മൾ പറയും. പേര് പോലെ തന്നെ എന്താണ്, യെസ്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ EVSൽ നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ പരിസര പഠനത്തിനെ ചുരുക്കി വിളിക്കുന്നതാണ് EVS എന്ന്. EVSൽ നമുക്ക് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളതെന്നൊന്ന് നോക്കാം അല്ലേ. അതിന്റെ പേര് മാത്രം മിസ് ഒന്ന് പറഞ്ഞുതരാം, മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രീൻ എർത്ത് ആണ് അല്ലേ. ഹരിതഭൂമി എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ആ പേര് പോലെ തന്നെ നമ്മൾ എന്താണ് അവിടെ നമ്മുടെ ഭൂമിയിലുള്ള ചെടികളെ പറ്റി, പ്ലാന്റ്സിനെ പറ്റി അല്ലേ, സസ്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് അല്ലേ, ജന്തു ലോകത്തിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ സസ്യങ്ങളെ പറ്റിയാണ് പഠിക്കണമെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ജന്തു ലോകത്തിലേക്ക് പോവാണ്. നമ്മുടെ ആനിമൽസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് സോയിൽ അല്ലെ, ജലവും മണ്ണുമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സസ്യങ്ങൾക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും ഒക്കെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ജലവും മണ്ണും. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. ഇനി ഈ ഒരു പാട്ടിലുള്ള നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ക്ലീൻലിനെസ് ആണ്, അതായത് വൃത്തി നൽകും ശക്തി അല്ലെ. പേരിൽ തന്നെ ഉണ്ട് എന്താണ്, നമുക്കറിയാം നമ്മുടെ വ്യക്തി ശുചിത്വം പാലിക്കേണ്ട ആവശ്യകതയും അതുപോലെ നമ്മുടെ പരിസര ശുചിത്വം അല്ലേ, അത് നമ്മൾ പാലിക്കേണ്ട ആവശ്യകതയും ഒക്കെ നമുക്കറിയാം. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കും. പകർച്ചവ്യാധികളെ പറ്റിയും ഡ്രൈ ഡേ ആചരിക്കുന്നതിനെ പറ്റിയും ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 4 ചാപ്റ്റേഴ്സിന്റെ കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററുകളായിട്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഈ ഇയർ മുഴുവൻ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.